പട്ടിണി കിടന്ന് പട്ടിയാണെന്ന് വൈകി ഓരോരുത്തർ ആഹാരം കഴിക്കുമ്പോൾ ഞങ്ങൾ പാവിട്ട് എടുക്കാൻ 5 വർഷം വരുന്നുണ്ട് ഒരു സാരി ഒരു ബ്ലൗസ് മേടിച്ചിട്ട് എന്റെ അപ്പം ജീവിച്ചിരുന്ന പറഞ്ഞു മക്കളെ ആരെ ഒന്ന് മേടിച്ച് തിന്നാൻ പോയിട്ട് ഈ അമ്മമാർക്ക് ആരുമില്ല, നമ്മളൊക്കെ വേണം ഇവരെ ഒന്ന് ചേർത്ത് പിടിക്കേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി വിഷമത്തോടു കൂടി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കുളത്തൂപ്പുഴയിലെ ചെറുകര എന്ന് പറയുന്നത്, വടക്കേ ചെറുകര എന്ന് പറയുന്ന സ്ഥലത്താണ്, ചന്ദനക്കാവിനടുത്താണ്. ഒത്തിരി വിഷമത്തോടെ ഈ 2 അമ്മമാര്, ഇവർ 2 പേരും വിവാഹം കഴിച്ചിട്ടില്ല, ഇവർക്ക് ആരുമില്ല, മക്കളില്ല, അച്ഛനും അമ്മയുമില്ല. ഇവരുടെ ഒരു 2 സെന്റ് ഭൂമിയിൽ ഏത് നിമിഷവും നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എന്താ പറയാ, വീഴാവുന്ന സാധ്യതയുള്ള ഒരു രീതിയാണ്. വഴിയൊന്നും വലുതായിട്ടില്ലാത്ത ഒരു ഭൂമിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ അമ്മയ്ക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമാണ്, ഈ അമ്മയ്ക്ക് നന്നായിട്ട് കാണാൻ പറ്റത്തില്ല. അതോടൊപ്പം ഈ ചേച്ചിയുടെ സഹോദരിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ചേച്ചിക്ക് മാനസികമായിട്ടുള്ള അസുഖമുണ്ട്. ഈ നിൽക്കുന്ന നിപ്പിൽ തന്നെ പെട്ടെന്ന് തലകറങ്ങി വീഴുന്ന ആ ഒരു രോഗവും ഒക്കെ തന്നെയാണ്. മരുന്ന് കഴിക്കാനോ മരുന്ന് മേടിക്കാൻ പോലും ഒരു നിവൃത്തിയും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവര് ആത്മഹത്യ ചെയ്യും ഒരു അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ അപ്രതീക്ഷിതമായി ഇവരെ കാണാനായി എത്തുന്നത്. കരഞ്ഞ് ശരിക്കും പറഞ്ഞ് തളർന്നു. അവർക്കിനി ആരോടും ഒന്നും കൈനീട്ടാനും ഒന്നുമില്ല. കാരണം വെച്ചാൽ അത്രത്തോളം വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഈ അമ്മമാര് 2 പേരും കടന്നു പോകുന്നത്. ഈ അമ്മമാർക്ക് ആരുമില്ല, നമ്മളൊക്കെ വേണം ഇവരെ ഒന്ന് ചേർത്ത് പിടിക്കേണ്ടത്. അമ്മേ, രണ്ടുപേരും കരയുക. ഇവർക്ക് ശരിക്കും പറഞ്ഞാല് ആൾക്കാരോടൊക്കെ ഇങ്ങനെ കൈ നീട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായത്തിന് കൈ നീട്ടുന്നതൊക്കെ ഭയങ്കര വിഷമോ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു നാണക്കേട് പോലെയാണ്. അവർക്കൊന്നും പറയാനില്ല. പക്ഷെ അവരുടെ അവസ്ഥ നിങ്ങളോട് ഞാനാണ് ഇപ്പൊ പറയുന്നത്. കാരണം ഇവരുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ കാലം മുതലേ, ചെറുപ്പം മുതലേ ഇവർക്ക് അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്നവരാണ്. ആരും നോക്കാനില്ലായിരുന്നു, ആരും തുണയില്ലാതെ ഈ 2 പെണ്ണുങ്ങള് ഇവിടെ ഈ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കൊല്ലത്ത് ഇങ്ങനെ ജീവിച്ചു വന്നു. ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഈ ചേച്ചിക്ക് 58 വയസ്സും ഈ ചേച്ചിക്ക് 45 വയസ്സുമാണ് പ്രായമുള്ളത്. അപ്പോൾ ഈ ചേച്ചിയാണ് ഈ മാനസിക രോഗമുള്ള ഈ ചേച്ചിയെ നോക്കേണ്ടുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ഈ ചേച്ചി ഇട്ടേച്ച് ജോലിക്ക് പോകാനും പറ്റുന്നില്ല. അതുമല്ല ചേച്ചിക്ക് കണ്ണിന് കാഴ്ചയില്ല. അപ്പോ ഇനി ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? ഇന്ന് കഞ്ഞി മാത്രമാണ് ഇവരിവിടെ വെച്ചിരുന്നത്. ഇവർക്കൊന്നും നല്ലപോലെ മര്യാദയ്ക്ക് കഴിക്കാൻ പോലും ഇല്ല. അപ്പോ പട്ടിണിയാണ്, ഒരുപാട് ദിവസങ്ങളെ പട്ടിണിയാണ്. പട്ടിണി കിടന്ന് പട്ടിയാണെന്ന് വൈകി ഓരോരുത്തർ ആഹാരം കഴിക്കുമ്പോൾ ഞങ്ങൾ പാവിട്ട് എടുക്കാൻ ആരും ഒരു നേരത്തെ ആഹാരം ഞങ്ങൾ എങ്ങനെ മേടിച്ച് തിന്നിട്ടില്ല, പിന്നെ പോവത്തില്ല. വെള്ളം കോരി കുടിച്ചാലും ഞങ്ങൾ പോവത്തില്ല. എന്റെ അപ്പം ജീവിച്ചിരുന്ന പറഞ്ഞു മക്കളെ ആരെ ഒന്ന് മേടിച്ച് തിന്നാൻ പോവല്ലേ. അവര് ദിവസങ്ങളോളം അവര് പട്ടിണി കിടന്നപ്പോ വെള്ളം കോരി കുടിച്ച് അവര് ജീവിച്ചു. ആരുടെ മുന്നിൽ അവർ ചോദിച്ചില്ല, യാചിച്ചില്ല. ഞങ്ങൾ പക്ഷെ അവരെ തേടി വന്നതാണ്. ഒരിക്കലും ഞങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ സമീപിക്കുകയോ ചെയ്തതല്ല. ഞങ്ങൾ തേടി വന്നതാണ് അവരെ. അപ്പോഴാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഈ ഒരു 2 അമ്മമാര് കഴിയുന്നത്. നിങ്ങൾക്കും ഇല്ലേ അമ്മമാര്, സഹോദരിമാര്, അപ്പച്ചിമാര്, ആന്റിമാരും ഒക്കെ. അവരുടെ ഒരു സ്ഥാനത്ത് കാണുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞാൻ ഈ അമ്മമാരുടെ കോണ്ടാക്ട് നമ്പറും അല്ലെങ്കിൽ അവരുടെ ഒരു അക്കൗണ്ട് വെക്കുകയാണ്. അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ ഒന്നും അവർക്കില്ല, അവർക്ക് അതൊന്നും ഉപയോഗിക്കാൻ അറിയത്തില്ല. അപ്പൊ അവരുടെ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം എത്തിക്കുക. അവർക്ക് കഴിക്കാനോ ഒന്നും തന്നെ ഇല്ലാതെ പട്ടിണി അവസ്ഥയിൽ ആശുപത്രി പോകാൻ മരുന്ന് മേടിക്കാൻ നിവർത്തിയില്ലാത്ത സാഹചര്യത്തിൽ നിങ്ങളോട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഏതായാലും ഈ ഒരു വീഡിയോ കാണുന്നവർ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ സ്ഥലം വരുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലെ ചന്ദനക്കാവിലെ വടക്കേ ചെറുകരയിലാണ്. എലിസബത്ത് എന്നും ലീല എന്നുമാണ് ഈ അമ്മമാരുടെ പേര്. ഇവിടുത്തെ മെമ്പറോ ആരും വരത്തില്ലേ അമ്മ? അമ്മയ്ക്ക് ജോലി ഇല്ല, അല്ലെങ്കിൽ പൈസ ഇല്ല, ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ അവർക്കൊക്കെ അറിയാവുന്നല്ലേ? ഓണത്തിന് ഞങ്ങൾക്ക് 5 കിലോ അരി കൊണ്ട് തന്നു. കിറ്റൊക്കെ കിട്ടിയായിരുന്നോ? മെമ്പർ കൊണ്ട് തന്നായിരുന്നല്ലേ?
അപ്പൊ ഈ വഴിയിലൂടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുക രാത്രി കാലങ്ങളില് ഒത്തിരി ഒരു വനമേഖല പോലെ ഇവിടെ കണ്ടിട്ട് തന്നെ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. ആ. അപ്പൊ ഈ രാത്രിയൊക്കെ അമ്മയ്ക്ക് ഇതിലെ കൂടെയൊക്കെ കണ്ണു കാണാൻ പോയത് എങ്ങനെയാ? കുഴപ്പമില്ല. കുറച്ചൊക്കെ കാണാൻ പറ്റുമോ? ചാലും കുഴപ്പമില്ല. രാത്രി ആവുന്നതിന് മുമ്പ് അങ്ങ് വീട്ടിൽ കയറും ആ, അല്ലേ? വീട്ടിൽ ഓക്കെ. അപ്പൊ അനിയത്തിയുടെ അവസ്ഥ എന്താണ് ശരിക്കും? അനിയത്തിനോട് മാനസിക രോഗി ഗുളിക. അതിനാൽ എനിക്ക് ഭയങ്കര വിഷമം. എനിക്ക് ഗുളികയ്ക്ക് പൈസ എത്തില്ല, പിന്നെ ആഹാരത്തിന് എണ്ണ സോപ്പ് എല്ലാം മുടുക്കത്തൂന്നി പത്രമെല്ലാം നട്ടപ്പെട്ടു. ആരും പത്രങ്ങൾ മേടിച്ചു കൊടുക്കാനെന്നാണ് തോന്നി. നിങ്ങക്ക് ആകപ്പാടെ ഈ ഒരു വസ്ത്രങ്ങളൊക്കെ മാത്രമേ ഉള്ളോ? ഏമേ 5 വർഷം വരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സാരി ഒരു ബ്ലൗസോ മേടിച്ചിട്ട് ഞാൻ ജോലിക്ക് വന്നിട്ട് വീട്ടിൽ ഒരമ്മ എനിക്കൊരു സാരി ബ്ലൗസ് 5 വർഷത്തോളം ആയ ഒരു നല്ല സാരിയോ അല്ലെങ്കിൽ ഒരു നല്ല തുണിയോ ഒക്കെ ഉടുത്തിട്ട്, ഇതൊക്കെ ഒരുപാട് പഴക്കമുള്ള ഡ്രസ്സുകളാണ് ഈ അമ്മ ഇട്ടിരിക്കുന്നത്. ഒരു ഓണം വന്നിട്ട് പോലും ഒരു തുണി മേടിക്കാൻ പോലും അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കാൻ പോലും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. ഈ സ്വന്തം അനിയത്തിയാണെങ്കിലും മകളെ പോലെയാണ് ഈ ചേച്ചി നോക്കുന്നത്. എന്തെങ്കിലും മാനസികമായ വൈകല്യം ഉണ്ട്, നിൽക്കുന്ന നിപ്പില് വീണു പോകുന്ന ഒരു അവസ്ഥയുണ്ട്, മരുന്നൊന്നും മേടിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് കാണുന്ന പ്രേക്ഷകർ ഈ സ്ഥലം അല്ലെങ്കിൽ ഇവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക, നിങ്ങളുടെ സഹായങ്ങൾ നിങ്ങൾ എത്തിക്കുക. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിത്സൻ, വിസ്മയ ന്യൂസ്.